പോർമാൻസ് ഫ്ലിപ്പ് സീറോ AK ലില്ലിഗോ TM-Bud CC1101. സോ അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മളൊരു ലോങ് ഫോം വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാണ്ട് പോകുന്നത് ഫ്ലിപ്പ് സീറോൻ്റെ ദി ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ഇതാണ് എൻ്റെ കയ്യിലുള്ള ലില്ലിഗോ TM-Bud CC1101. ഇതൊരു ട്രാൻസ്പെറൻറ്റ് എഡിഷനാണ്. ട്രാൻസ്പെറൻറ്റ് അല്ലാണ്ട് ഒരു ബ്ലാക്ക് എഡിഷൻ കൂടി വരുന്നുണ്ട്. അപ്പം നത്തിങ് ഫോണൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടും. കാരണം ഇതിൻ്റെ ട്രാൻസ്പെറൻറ്റ് ഷെല്ല് വഴി ഇതിനകത്തുള്ള കാര്യങ്ങൾ അത്യാവശ്യം അകത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പുറത്ത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ലൈറ്റ് വരുന്നുണ്ട്. ലൈറ്റ് നമുക്ക് നൈറ്റിൽ ഈ ഒരു ലൈറ്റ് ഓണാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷെല്ല് കംപ്ലീറ്റ് ഗ്ലോ ആവും. അത് കാണാൻ അത്യാവശ്യം ലുക്കാണ്. അപ്പോൾ ഞാനിതിൻ്റെ റിവ്യൂ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫുൾ ലെങ്ത് വീഡിയോ എന്ന നിലയിൽ നമുക്ക് ഒന്നും കൂടി ഇതിൻ്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷനൊക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് 1.9 ഇഞ്ചിൻ്റെ ഒരു RGB LCD ആണ്. അതുപോലെ തന്നെ നാവിഗേഷന് വേണ്ടിയിട്ട് റോട്ടറി എൻകോഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ബട്ടണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പീക്കറും അതുപോലെ തന്നെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ നമ്മൾ ഉപയോഗിക്കുന്ന ഫേംവർ അനുസരിച്ചിട്ട് നമുക്കിതിനെ റീമാപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബോട്ടം സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SD കാർഡ് സ്ലോട്ടും അതുപോലെ തന്നെ 2 പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർട്ടിൽ നിങ്ങൾക്ക് GPS മൊഡ്യൂളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മൊഡ്യൂൾസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 2 പോർട്ടും കൊടുത്തേക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ USB Type-C വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ IR മൊഡ്യൂൾസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻഫ്രാറെഡിൻ്റെ ട്രാൻസ്മിറ്ററും റിസീവറും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ മൊഡ്യൂൾസായിട്ട് വരുന്നത് ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഷെല്ല് ഊരി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാക്കിലെ ക്യാപ്പ് ഊരി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഗ്രീൻ മൊഡ്യൂളാണ് RF മൊഡ്യൂൾ, അതായത് CC1101 RF മൊഡ്യൂൾ. അതുപോലെ തന്നെ ഇതിനകത്ത് PN532ൻ്റെ RFID മൊഡ്യൂളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ബോർഡിൽ തന്നെ സോൾഡർ ചെയ്ത് വെച്ചേക്കുവാണ്. ഈ കാണുന്നതാണ് TM-Budൻ്റെ മൈക്രോ കൺട്രോൾ യൂണിറ്റ്. ഇത് ESP32S3 മൊഡ്യൂളാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എക്സ്റ്റേണൽ ആൻറ്റിന കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ CC1101നും PN532നും എക്സ്റ്റേണൽ ആൻറ്റിന കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ കോയിൽ കണക്ട് ചെയ്യാനുമായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഓടിയാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു TM-Budനകത്ത് നമുക്ക് എക്സ്റ്റേണൽ മൊഡ്യൂൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആൻറ്റിന കണക്ട് ചെയ്ത് ഇതിൻ്റെ റേഞ്ചും അതുപോലെ പവറും കൂട്ടാനായിട്ട് പറ്റും. എനിക്കിങ്ങനെ തന്നെ ഉപയോഗിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വേറെ മോഡിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. മോഡ് ചെയ്യാനായിട്ട് ഞാനിത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തത്. ഞാൻ TM-Bud ഉപയോഗിക്കുന്നത് ബ്രൂസ് ഫേംവറാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതായത് ഫ്ലിപ്പറിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആകാനായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫേംവറാണ് ബ്രൂസ് ഫേംവർ. അത് ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് നോർമൽ ബ്രൂസ് ഫേംവർ അല്ല ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ബ്രൂസിൻ്റെ തന്നെ ഡെവലപ്പർ ഫേംവറാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മോഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഫ്ലിപ്പറിൻ്റെ തീമും കാര്യങ്ങളൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചില കാര്യങ്ങളിൽ. അപ്പം ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈഫൈ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, RF, അങ്ങനെ അത്യാവശ്യം ഫ്ലിപ്പറിനകത്ത് കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാണ്ട് പറ്റും. അതുപോലെ തന്നെ HackRFനൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ബ്രൂസ് ഫേംവറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ TM-Bud ഉപയോഗിക്കുന്നത് ബ്രൂസ് ഫേംവറാണ്. ബ്രൂസ് അല്ലാതെ ക്യാപ്പിവർ അതുപോലെ തന്നെ മെറാഡോ ഫേംവർ TM-Bud വേണ്ടി അവൈലബിൾ ആണ്. ഞാൻ TM-Bud ഉപയോഗിക്കുന്നത് ബ്രൂസ് ഫേംവറാണ്. ബ്രൂസ് അല്ലാതെ ക്യാപ്പിവർ അതുപോലെ മെറാഡോ ഫേംവർ TM-Bud വേണ്ടി അവൈലബിൾ ആണ്. പക്ഷേ ഇത്രയും ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഫേംവർ വേറെ ഇല്ല. അപ്പോൾ ഫ്ലിപ്പറിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ബിൽഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ TM-Budനകത്ത് ഈ ഒരു ബ്രൂസ് ഫേംവർ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ നോർമൽ ബ്രൂസ് ഫേംവർ അല്ല ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്, ഡെവലപ്പർ ഫേംവറാണ്. കാരണം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം ഫ്ലിപ്പറിൻ്റെ ആയിട്ടുള്ള ഇന്ത്യനുള്ള തീമും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ TM-Bud CC1101 വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക. TM-Budൽ ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TM-Budൻ്റെ നാവിഗേഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന റോട്ടറി എൻകോഡർ തന്നെയാണ്. ഈ റോട്ടറി എൻകോഡർ നമ്മൾ പതിയെ തിരിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയിപ്പോവും. ഈ ഒരു റോട്ടറി എൻകോഡർ എങ്ങനെ വർക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന നോബിൻ്റെ അടിയിൽ ഒരു 3 കോൺടാക്റ്റ് ഉണ്ട്. ആ 3 കോൺടാക്റ്റ് മെറ്റൽ പ്ലേറ്റിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫാസ്റ്റിലാണ് തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തേഞ്ഞ് തീരും. അപ്പോൾ തേഞ്ഞ് തീരുന്ന ടൈമിൽ ഇത് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാതെ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇത് നാവിഗേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം റോട്ടറി എൻകോഡർ അല്ലാണ്ട് വേറെ നമുക്ക് നാവിഗേഷനായിട്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. ഇനി അഥവാ നിങ്ങൾ ഈ TM-Bud വാങ്ങിച്ച് കഴിഞ്ഞ് ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി. അതായത് ഇതിൻ്റെ ഷെല്ല് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു എൻകോഡർ പിടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എൻകോഡർ ഇങ്ങോട്ട് ഊരിപ്പോരും. എന്നിട്ട് നിങ്ങളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമതൊന്ന് റീകണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് TM-Bud CC1101 പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റേ ടെക്നോളജി കണ്ടന്റും സൈബർ സെക്യൂരിറ്റി ആൻഡ് ഹാക്കിംഗ് കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.